നമ്മുടെ ഉലകനായകൻ കമലഹാസൻ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ ഒരു സംവിധായകന്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കേണ്ടിരുന്ന ആളായിരുന്നു കമലഹാസൻ. അതൊന്നും നടന്നില്ല. പിന്നീട് ആ സംവിധായകൻ മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായി മാറി. അപ്പോഴും കമലഹാസന് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ആ സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. സത്യൻ അന്തിക്കാട് വളരെ ചെറുപ്പത്തിൽ അന്തിക്കാട് എന്ന ഗ്രാമത്തിൽ നിന്ന് ചെന്നൈയിലെത്തി ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന വലിയൊരു ഫിലിം മേക്കർ ആയിരുന്നു. അദ്ദേഹം സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കുറെ ശിഷ്യന്മാർ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിലൊരാളാണ് സത്യൻ അന്തിക്കാട്, മറ്റൊരാളാണ് പി ചന്ദ്രകുമാർ. പിന്നീട് ഡോക്ടർ ബാലകൃഷ്ണന്റെ മകൻ രാജൻ ബാലകൃഷ്ണൻ കൺകിട്ട് പോലത്തെ സിനിമകളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ സഹസംവിധായകനായിരുന്നു കുറെ കാലം. അപ്പൊ പറഞ്ഞു വന്നത്, സത്യൻ അന്തിക്കാട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറെ സിനിമകളിൽ വർക്ക് ചെയ്തു. ഡോക്ടർ ബാലകൃഷ്ണന്റെ കൂടെയും പിന്നീട് പി ചന്ദ്രകുമാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു. അദ്ദേഹം ലിറിസിസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഹിറ്റ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഓ മൃദുലെ എന്ന ഒരു പാട്ട് മാത്രം മതി സത്യൻ അന്തിക്കാട് എന്ന ആ ഒരു ഗാനരചയിതാവിനെ നമുക്ക് ആ ഒരു കഴിവ് മനസ്സിലാക്കാൻ. അങ്ങനെ കുറെ വർഷക്കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത ശേഷം അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ജോൺ പോൾ ആയിരുന്നു അതിന്റെ തിരക്കഥാകൃത്തായിട്ട് പ്ലാൻ ചെയ്തത്. ജോൺ പോളും അന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. ജോൺ പോൾ കാനറ ബാങ്കിൽ ജോലി ചെയ്യുന്ന ജോൺ പോൾ, പിന്നീട് അവരുടെ ഒരു എറണാകുളത്തെ ഒരു സൗഹൃദ സർക്കിൾ ഉണ്ട്, കല്ലൂർ ഡെന്നിസ്, ജോൺ പോൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ജോൺ പോൾ ബാങ്കിലെ ജോലിയോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ സിനിമകളിൽ സഹകരിക്കും. അങ്ങനെ ജോൺ പോൾ ഇൻഡിപെൻഡന്റ് ആയി എഴുതി തുടങ്ങിയ ഒരു സമയത്ത് ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തു. സത്യൻ അന്തിക്കാട് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവുന്നു. കമൽഹാസനും നെടുമുടി വേണും അഭിനയിക്കുന്നു. അന്ന് നെടുമുടി വേണു വിട പറയും മുമ്പേ പോലത്തെ സിനിമകളൊക്കെ അഭിനയിച്ചു നിന്ന് അന്ന് അദ്ദേഹം ഒരു മുൻനിരയിലോട്ട് കയറി വരുന്ന ഒരു സമയമാണ് നെടുമുടി വേണു. കമൽഹാസൻ ആണെങ്കിലും നെടുമുടി വേണുക്കാട്ട് മുമ്പേ സിനിമയിൽ ബാലതാരമൊക്കെ ആയിട്ട് വന്ന് തമിഴിലും മലയാളത്തിലൊക്കെ നായകനായിട്ടൊക്കെ അഭിനയിച്ച് അവിടെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് എത്തി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അങ്ങനെ മജീന്ദ്രൻ എന്ന അന്നത്തെ ഒരു ഹിറ്റ് പ്രൊഡ്യൂസർ, എറണാകുളത്തുള്ള, ആ കാലഘട്ടത്തിൽ എറണാകുളത്ത് ജീവിച്ച, ഇന്ന് ഒരുപക്ഷെ ഒരു 60 വയസ്സ് 65 വയസ്സൊക്കെ പ്രായമുള്ളവർക്കൊക്കെ അറിയുമായിരിക്കും, അദ്ദേഹമായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റിരുന്നത്. ഷൂട്ട് എല്ലാം പ്ലാൻ ചെയ്തു. കലാമണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ആ ഒരു സിനിമയുടെ കഥയൊക്കെ അന്ന് ജോൺ പോൾ എഴുതിയിരുന്നത്. എല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്താണ് മജീന്ദ്രന്റെ, അതിന്റെ നിർമ്മാതാവിന്റെ അപ്രതീക്ഷിത മരണം. ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ, അതിന്റെ മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല, നിങ്ങൾ പലർക്കും ചിലപ്പോൾ അറിയുന്നത്, അന്ന് ഒരുപാട് കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ടുള്ളതാണെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അറിയുമെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരിക. അന്ന് ആ സിനിമ അവിടെ മുടങ്ങിപ്പോകുന്നു. ഒരു സിനിമ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആദ്യ സംവിധായകന്റെ ആദ്യ സിനിമ മുടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു അപശകുനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. സത്യൻ അന്തിക്കാടിന് കുറെ വിഷമം ഉണ്ടായി. പക്ഷെ അധികം വൈകിയില്ല. ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സത്യൻ അന്തിക്കാടിന് അടുത്തൊരു സിനിമ ചെയ്യാൻ അവസരം കിട്ടി. റഷീദ് എന്ന പ്രൊഡ്യൂസറാണ് അന്നത്തെ മറ്റൊരു ഹിറ്റ് പ്രൊഡ്യൂസർ. ഇന്നത്തെ റിയാസ് ഖാന്റെ അച്ഛനാണ് റഷീദ്. ആ സിനിമയായിരുന്നു കുറുക്കന്റെ കല്യാണം. ഡോക്ടർ ബാലകൃഷ്ണന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഗുരു തന്നെ ശിഷ്യന്റെ സ്ക്രിപ്റ്റ് കൊടുത്തു. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. മോഹൻലാൽ ആ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ ഒന്നിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു സിനിമയാണത്. അതിനുശേഷമാണ് പിന്നീട് അപ്പുണ്ണി പോലത്തെ സിനിമകളിലൊക്കെ മോഹൻലാൽ അഭിനയിച്ച് തുടങ്ങി, ത്രൂ ഔട്ട് റോൾ ചെയ്തു തുടങ്ങിയത്. പിന്നീട് സത്യൻ അന്തിക്കാട് കുറുക്കന്റെ കല്യാണം ഹിറ്റ് ആവുന്നു. അത് കഴിഞ്ഞ് കിന്നാരം എന്നൊരു സിനിമ, പിന്നെ മണ്ടന്മാർ ലണ്ടനിൽ, ഇങ്ങനെ കുറെ സിനിമകൾ ചെയ്തു. മിക്ക സിനിമകളിലും ഇദ്ദേഹം സുകുമാരൻ തന്നെയായിരുന്നു നായകൻ അഭിനയം. എനിക്കൊണ്ട് സുകുമാരൻ എന്ന നടന്റെ ഒരു ഹ്യൂമർ, ഒരു പക്ഷെ പൃഥ്വിരാജിനോ ഇന്ദ്രജിത്തിനോ ഒന്നും ഇല്ലാത്ത വേറൊരു കഴിവ് സുകുമാരൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ അടുത്താണ് ഈ സിനിമകളൊക്കെ ബാക്ക് ടു ബാക്ക് കണ്ടത്. അതിൽ പ്രത്യേകിച്ച് കിന്നാരം അതിഗംഭീര പെർഫോമൻസ് ആണ് സുകുമാരന്റെ. കുറുക്കന്റെ കല്യാണവും അതെ. അപ്പോ പറഞ്ഞു വന്ന സത്യൻ അന്തിക്കാട് പിന്നീട് ഒരുവിധ എല്ലാ നായകന്മാരെ വെച്ചിട്ട് മലയാളത്തിൽ സിനിമ ചെയ്തു. കമലഹാസൻ പിന്നീട് തമിഴിൽ തിരക്കായി. ഇടയ്ക്ക് 1-2 തവണയൊക്കെ മലയാളത്തിൽ വന്ന് ഒന്ന് മുഖം കാണിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് അത് സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല ഒരു സിനിമയായിരിക്കും. എനിക്കൊണ്ട് പിന്നീട് ആ ഒരു സ്ക്രിപ്റ്റ്, ജോൺ പോൾ അന്ന് എഴുതിയ ചമയം എന്നൊരു സ്ക്രിപ്റ്റ്, പിന്നീട് ആ കഥ സിനിമയാക്കിയിട്ടില്ല. പക്ഷെ അതേ പേരിൽ, ചമയം എന്ന പേരിൽ മറ്റൊരു സിനിമ ജോൺ പോൾ എഴുതി ഭരതന് വേണ്ടി. മനോജ് കെ ജെയിനും മുരളിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. ആ സിനിമയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ ഒരു സിനിമ 93 ഇറങ്ങിയ ആ ചമയം, നമ്മൾ ഇന്ന് കാണുന്ന മുരളി മനോജ് കെ ജെയിൻ അഭിനയിച്ച ചമയം മറ്റു ചില നടന്മാരെ ചെയ്യേണ്ടതായിരുന്നു. ഭരതന്റെയും ജോൺ പോളിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് തന്നെ. അതിനെ കുറിച്ചുള്ള കഥ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ മജീന്ദ്രൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.